ദൈവത്തിന് സ്തോത്രം. 146 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ഹി ഫ്രീസ് ദ പ്രിസണേഴ്സ്. ആരെല്ലാം തടവിലാണോ തടവിൽ കിടക്കുന്നവരെ അഴിച്ചുവിടുന്നവനായ ഒരു ദൈവം. ഞാൻ എന്നതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തടവിൽ കിടക്കുന്നവരെ സ്വതന്ത്രരാക്കുന്നവനായ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എത്രമാത്രം ജയിലുകളുണ്ടെന്ന് കൃത്യമായ കണക്കുണ്ട്. ഓരോ രാജ്യത്തും എത്ര ജയിലുകളുണ്ട്. ഇന്ത്യയിൽ എത്ര ജയിലുണ്ട് ഇന്ത്യ ഗവൺമെന്റിന് അറിയാം. അമേരിക്കയിൽ എത്ര ജയിലുണ്ട് അമേരിക്കൻ ഗവൺമെന്റിന് അറിയാം. ഈ ലോകത്തെ ഓരോ രാജ്യത്തും എത്രമാത്രം ജയിലുകളുണ്ടെന്ന് രാജ്യങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം ഉണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളുടെ കണക്കിലുള്ളതായ ജയിലുകൾ മാത്രമാണോ ജയിലുകൾ? ഈ രാജ്യത്തിന്റെ കണക്ക് പുസ്തകത്തിലുള്ള ജയിലുകൾ മാത്രമാണോ ജയിലുകൾ? ഓരോ ഭവനങ്ങളും ജയിലുകളല്ലേ? അനേക ഭവനങ്ങൾ ജയിലുകളല്ലേ? തടവുപുള്ളികൾ ഒരാളെ കാണുകയുള്ളൂ. ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം. അനേക ഭവനങ്ങൾ തടവ് കേന്ദ്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അനേക ഭവനങ്ങൾ ജയിലുകളാണ്. അനേക രാജ്യങ്ങൾ തന്നെ ജയിലുകളാണ്. ആ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ല, ജയിലുകളാണ്. അതുപോലെ തന്നെ അനേക സ്ഥാപനങ്ങൾ, അനേക പ്രസ്ഥാനങ്ങൾ, അനേകമായ പലതും ഈ ലോകത്തിലെ അനേക ജയിലുകളുണ്ട്. ഈ ജയിലുകളിലെല്ലാം മനുഷ്യർ ഓരോരോ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ശാരീരികമായി പീഡയേറ്റ് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, മാനസികമായി പീഡയേറ്റ് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഹാരം കഴിക്കാൻ മാർഗമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അസഭ്യവാക്കും ചീത്തവാക്കും കേട്ട് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ജയിലുകൾ ധാരാളം രാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ രാജ്യങ്ങളുടെ ജയിലുകളല്ല, അതിനേക്കാൾ ഉപരിയായ ധാരാളം ജയിലുകളുണ്ട്. നമ്മൾ അനേകരും ജയിലുകളിലാണ് കിടക്കുന്നത്. നമ്മളിന്ന് സ്വതന്ത്രരാണെന്ന് പറയുന്നു, പക്ഷേ നമ്മളിൽ അനേകരും ഇന്ന് ജയിലുകളിലാണ് കിടക്കുന്നത്. കാരണം ഏറ്റവും വലിയ കാരാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ഹ്യൂമൻ ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡങ്കൻ. മനുഷ്യ ഹൃദയമാണ് ഏറ്റവും കാഠിന്യമേറിയ ജയില്. സഹോദര, നിന്റെ ഹൃദയമാണ് നിന്റെ ഏറ്റവും കാഠിന്യമേറിയ ജയില്. നിന്റെ ഹൃദയത്തിൽ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല. എന്നോടുകൂടെ ജീവിക്കുന്നവരെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല. നിന്റെ കൂടെ ജീവിതം പങ്കിടുന്നവരെ മാനിക്കാൻ നിനക്ക് കഴിയുന്നില്ല. അവരെ ആദരിക്കാൻ നിനക്ക് കഴിയുന്നില്ല. അവരുടെ വേദന കാണാൻ നിനക്ക് കഴിയുന്നില്ല. അവരുടെ നിലവിളി കാണാൻ നിന്റെ കണ്ണില്ല. കാരണം സാത്താൻ നിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. നിന്റെ ഹൃദയമാണ് ഏറ്റവും വേദനയേറിയ ജയിലെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. മാൻ ബിക്കെയിം ദ പ്രിസണർ ഓഫ് ഓൺ ഹാർട്ട്സ് എന്ന് പറയും. മനുഷ്യൻ അവന്റെ തന്നെ ഹൃദയത്തിന്റെ തടവുകാരനായി മാറുകയാണ്. അവനവന്റെ തന്നെ ചിന്താഗതിയുടെ തടവുകാരനായി മാറുന്നു. അവനവന്റെ കാഴ്ചപ്പാടിന്റെ തടവുകാരനായി മാറുന്നു. അവനവന്റെ മനോഭാവത്തിന്റെ തടവുകാരനായി മാറുകയാണ് മനുഷ്യൻ. അവന് ദൈവത്തിലേക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അവന് സുവിശേഷത്തിലേക്ക് നോക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദപുസ്തകം എടുക്കണം. നിങ്ങൾ അധികമായി വേദപുസ്തകം വായിക്കണം. ധാരാളം സമയം വേദപുസ്തകമായി നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഓടി നടക്കൽ മാത്രം പോരാ. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിത്യനായ ദൈവത്തോട് പറയാൻ പഠിക്കണം, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അധികം പ്രാർത്ഥനയൊന്നും പഠിക്കണ്ട. മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനം വരാൻ
യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇത് പറയാനായിട്ട് പഠിച്ചാൽ മതി. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യമായി നാം ഒരു തടവുള്ളിയെ കാണുന്നത് പഴയ നിയമത്തിലെ യൗസേപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതാണ്ട് 30 കൊല്ലക്കാലം അവൻ തടവിൽ കിടന്നു. എങ്ങനെയാണ് അവൻ തടവിലെത്തിയത്? ആരാണ് അവനെ തടവിലാക്കിയത്? അവൻ തടവിലെത്താനുള്ള കാരണം എന്തായിരുന്നു? വേദപുസ്തകം കൃത്യമായി എല്ലാം പഠിപ്പിക്കുന്നു. ആദ്യമായി ജയിലിൽ കിടന്നൊരു മനുഷ്യൻ യൗസേപ്പ്. 30 കൊല്ലം അവൻ ജയിലിൽ കിടന്നു. ദൈവമക്കളെ, ആരാണ് കാരണക്കാരൻ? ആരാണ് കുറ്റവാളി? അതിന് മുഖാന്തരമാരായിരുന്നു? ഒറ്റയ്ക്കൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ സഹോദരന്മാരെക്കാൾ വിഭിന്നമായ ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. അവൻ്റെ സഹോദരന്മാരെല്ലാവരും ചീത്തയൊന്നുമായിരുന്നില്ല. ഗോത്രപിതാവായ യാക്കോബിന്റെ 12 മക്കളിൽ ഈ യൗസേപ്പ് ഒഴികെ ബാക്കി എല്ലാവരും ചീത്ത മനുഷ്യരൊന്നും ആയിരുന്നില്ല. പക്ഷെ നല്ല മനുഷ്യരൊക്കെയായിരുന്നു, ഇടയ്ക്കൊക്കെ നല്ലവരൊക്കെ ആയിരുന്നു ഇവര്. പക്ഷേ ഈ യൗസേപ്പിന് ഒരു വ്യത്യസ്തമായ ഹൃദയമുണ്ടായിരുന്നു. കാരണം മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ മാനിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം വേണം എൻ്റെ ജീവിതം എന്നുള്ളതായ ഒരു നിർബന്ധമുണ്ടായിരുന്നു. സഹോദരന്മാരെല്ലാം ആത്മീയ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. പക്ഷേ മറ്റ് സഹോദരന്മാർക്ക് വ്യക്തിപരമായ സമർപ്പണം ഉണ്ടായിരുന്നില്ല, വ്യക്തിപരമായ തീരുമാനമുണ്ടായിരുന്നില്ല. പക്ഷേ യൗസേപ്പിന് വ്യക്തിപരമായ സമർപ്പണവും വ്യക്തിപരമായ തീരുമാനവും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നാം എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ ഒരാത്മീയ ദാഹമുണ്ടായിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ ദാഹമുണ്ടോ? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചുള്ളതായ ദാഹമുണ്ടോ? എനിക്ക് യേശുവിനെ പോലെ ആകണമെന്ന ദാഹമുണ്ടോ? എനിക്ക് പാപം കൂടാ ജീവിക്കണമെന്ന ദാഹമുണ്ടോ? എനിക്ക് പാപ സാഹചര്യത്തിൽപ്പെട്ട് വലയരുതെന്നുള്ള ദാഹമുണ്ടോ? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ദാഹമുണ്ടോ? എനിക്ക് ദൈവത്തിൻ്റെ വഴിയെ നടക്കണമെന്ന ദാഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, യൗസേപ്പിനും എൻ്റെ ബാല്യകാലം മുതൽ തന്നെ ആത്മീയ ദാഹമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആത്മീയ ദാഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, യൗസേപ്പിന് ആത്മീയ ദാഹമുണ്ടായിരുന്നു. മാത്രമല്ല, യൗസേപ്പിന് എന്തുണ്ടായിരുന്നു? പ്രിയപ്പെട്ടവരെ, അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഒറ്റ കാര്യമുള്ളൂ, ആത്മീയ ദാഹം. പ്രിയപ്പെട്ടവരെ, എവിടെയും നമുക്കറിയാം, ആദാമിന്റെ കുടുംബത്തിൽ ഒന്നാമത്തെ കൊലപാതകം നടക്കുന്നത് ആത്മീയത്തിന്റെ പേരിലാണ്. കായേനും ഹാബേലും തമ്മിൽ എന്തിനാണ് ഒരുത്തനെ അടിച്ചു കൊന്നത്? എന്തിനാണ് അടിച്ചു കൊന്നത്? സഹോദരന്റെ പ്രവൃത്തി തന്നെക്കാളും നീതിയുള്ളതായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ഭിന്നത. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു കാരണം. നാം വേദപുസ്തകം വായിക്കുന്നു, കായേൻ ഹാബേലിനെ കൊന്നത് എന്തുകൊണ്ട്? തൻ്റെ സഹോദരൻ തന്നേക്കാൾ നീതിയുള്ളവനാണെന്ന് കണ്ടപ്പോൾ അവനെ തകർത്തു കളഞ്ഞു. യൗസേപ്പിനെ തകർത്ത് എന്തിനാ? സ്വപ്നം. അവനൊരാത്മീയ ദാഹമുണ്ട്, അവനൊരാത്മീയ സ്വപ്നമുണ്ട്. അങ്ങനെയെങ്കിൽ അവനെ തകർക്കണം. പ്രിയപ്പെട്ടവരെ, അറിയുന്നില്ല, മറ്റ് സഹോദരന്മാർ അറിയുന്നില്ല, അവർക്കതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന വേറൊരാത്മാവിനെ കാണാൻ അവർക്ക് കണ്ണുകാഴ്ചയുണ്ടായില്ല. അതുകൊണ്ട് യൗസേപ്പിനോടുള്ള വിരോധമെന്ന് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ യൗസേപ്പ്, ദൈവമക്കളെ, നമുക്കറിയാം, പൊട്ടക്കിണറ്റിലേക്ക് അവൻ ഇട്ടു. അവനെ വലിച്ചു കയറ്റിയപ്പോൾ അവൻ ഓർത്തു കാണും, സഹോദരന്മാർക്ക് എന്നോട് സ്നേഹം തോന്നിയെന്ന്. പക്ഷേ അവനെ വലിച്ചു കയറ്റിയത് അതിനേക്കാൾ വലിയ ഒരു അവഗണനയ്ക്കായിരുന്നു. അവനെ ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. അവനെ വിറ്റുകളഞ്ഞു. ഒന്നും മിണ്ടാതെ യൗസേപ്പ് മൗനമായി. അയ്യോ, എന്നെ വിടല്ലേ എന്നൊന്നും യൗസേപ്പ് നിലവിളിച്ചില്ല. അയ്യോ, എന്നെ വിറ്റുകളയല്ലേ എന്നൊന്നും യൗസേപ്പ് നിലവിളിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൻ സഹിക്കുന്നവനായിരുന്നു. യൗസേപ്പ് സഹിക്കുന്നവനായിരുന്നു. തന്നെ അവഗണിച്ചപ്പോൾ, തന്നെ വിറ്റുകളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് സഹിക്കുന്നവനായിരുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെ വിറ്റുകളയുമ്പോൾ, നിങ്ങളെ അപമാനിക്കുമ്പോൾ, നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സഹിഷ്ണുതയുള്ളവരാകണം, സഹനമുള്ളവരാകണം. യൗസേപ്പ് സഹനമുള്ളവനായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ
അവനെ അടിമയായും പിടിച്ചുകൊണ്ടുപോയവരുടെ പുറകെ അവൻ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള സംഭവങ്ങൾക്കെല്ലാം നിനക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യോസേപ്പിന് ഒരു കാര്യം അറിയാമായിരുന്നു. വേറെ ഈ ലോകത്തിൽ എങ്ങും ദൈവമില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്നറിയാമായിരുന്നു. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. യോസേപ്പിന് അത് ബോധ്യമുണ്ടായിരുന്നു. വേറെ എങ്ങും ദൈവമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ആ ബോധ്യമാണ് യോസേപ്പിനെ പിടിച്ചു നിർത്തിയത്. ലോകത്ത് വേറെ എങ്ങും ദൈവമില്ലെങ്കിലും അവന് ബാധമല്ല, അവനത് പ്രശ്നമല്ല. എങ്ങും ആത്മീയമില്ല, എങ്ങും ആത്മീയരില്ല, ആത്മീയരെ കണ്ടുകിട്ടാനില്ല, സഹോദരന്മാരിൽ ആത്മീയമില്ല, കുടുംബത്തിൽ ആത്മീയമില്ല, സഹോദരന്മാരിൽ ഒരു ആത്മീയവുമില്ല. ഇതെല്ലാം അറിയാമെങ്കിലും അവൻ ഒരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യമാണ് ഈ കാലത്ത് നമുക്ക് ആവശ്യം. ഈ ബോധ്യമാണ് നമുക്ക് ആവശ്യം. എല്ലാം മാറട്ടെ, എല്ലാം തകരട്ടെ, സഹോദരന്മാർ അവരവരുടെ വഴിക്ക് പോകട്ടെ, യോസേപ്പിന് അതിൽ ബാധമില്ല. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ഞാൻ ദൈവത്തെ അനുസരിക്കും, ഞാൻ ദൈവത്തിനായി നിൽക്കും, ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിൽക്കുമെന്നുള്ളതായ ആ ചങ്കുറപ്പുള്ള തീരുമാനമാണ് യോസേപ്പിനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവൻ പോത്തിഫാറിൻ്റെ ഭവനത്തിൽ പോയി. അവൻ തടവുകാരനാക്കപ്പെട്ടു. 30 കൊല്ലം കഴിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക്, നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീ അവനെക്കുറിച്ച് അപമാനം പറഞ്ഞു. അതെല്ലാം അവൻ കേട്ടു. അവൻ ചെയ്യാത്ത കുറ്റം അവനെക്കുറിച്ച് പറഞ്ഞു. എല്ലാം അവൻ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ ഉയർത്തി. ദൈവം അവനെ ഉയർത്തി. ഫറവോൻ തൻ്റെ പൊൻപുമുദ്ര ഊരി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവന് വേണമെങ്കിൽ ഞെളിഞ്ഞു എന്ന് പറയാമായിരുന്നു. എന്നെ കാരണം കൂടാതെ പോത്തിഫാറിന്റെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, എന്നെ കാരണം കൂടാതെ ജയിലിൽ അടച്ചതാണ് എന്ന് പറഞ്ഞ് അവന് വേണമെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു. കാരണം കൂടാതെയാണ് എന്നെ പോത്തിഫാറിന്റെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടത്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ വിസ്തരിച്ചത്, അതിനുവേണ്ടിയാണ് എന്നെ തടവിലാക്കിയതെന്ന് ആ യോസേപ്പിന് വേണമെങ്കിൽ പറയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വഴി അതല്ല. അവൻ്റെ വഴി അതല്ല. അവനത് മിണ്ടിയില്ല. അന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുവാൻ നമുക്കറിയാം. പക്ഷെ അതല്ല അവൻ്റെ വഴി. പ്രതികാരമല്ല അവൻ്റെ വഴി. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ അപമാനിക്കലല്ല അവൻ്റെ വഴി. തന്നോട് ആരെല്ലാം പാപം ചെയ്തോ, തന്നോട് ആരെല്ലാം കുറ്റം ചെയ്തോ, തന്നെ ആരെല്ലാം അപമാനിച്ചോ, തന്നെ ആരെല്ലാം ഭീഷണിപ്പെടുത്തിയോ, അവരുടെ നേരെ ഭീഷണി വാക്കോ, അവരെ തകർക്കുക എന്നുള്ളതല്ല യോസേപ്പിന്റെ വഴി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വഴി ഏതാണ്? നിങ്ങളുടെ മനോഭാവം ഏതാണ്? നിങ്ങളുടെ ആത്മീയ മനോഭാവം ഏതാണ്? നിങ്ങൾക്കെതിരെ നിന്നവരെ, നിങ്ങളുടെ കുറ്റം പറഞ്ഞവരെ, അകാരണമായി നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞവരെ, അവരെ തകർക്കുക അവസരം കിട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, ഫറവോന്റെ മുമ്പിലോ നിൽക്കുമ്പോൾ, ആ പൊന്മോതിരം ഒഴിയിടുമ്പോൾ യോസേപ്പിന് എന്ത് വലിയ സുവർണ അവസരമാണ് കിട്ടിയത്. തന്നെ അകാരണമായി തന്നെ ജയിലിലടച്ച സ്ത്രീയെയും കുടുംബത്തെയും ഉന്മൂലമാക്കാനുള്ള അവസരമാണ് കിട്ടിയത്. പക്ഷെ യോസേപ്പിന്റെ വഴി അതല്ല. യോസേപ്പ് പ്രസംഗിച്ചോ? യോസേപ്പ് പ്രസംഗിച്ചോ? ഒരു വാക്കുപോലും പ്രസംഗിച്ചില്ല. ഒരു വാക്കുപോലും പ്രസംഗിച്ചില്ല. പക്ഷെ യോസേപ്പ് ദൈവവേല ചെയ്തോ? യോസേപ്പ് ദൈവവേല ചെയ്തോ? ഞാൻ പറഞ്ഞു, ദൈവവേല ചെയ്തു. സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്തു. പ്രിയപ്പെട്ടവരെ, വചനം കൊണ്ട് ദൈവവേല ചെയ്യാം, സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്യാം. കർത്താവായ യേശു വചനം കൊണ്ടും സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം പലരും പണം കൊടുത്ത് ദൈവവേല ചെയ്യാൻ സഹായിക്കുന്നവരുണ്ട്. എന്നാൽ സ്നേഹം കൊടുത്ത് ദൈവവേലയെ സഹായിക്കുന്നുണ്ടോ? കൂടി വരുന്നവരോട്, കൂട്ടായ്മയിലുള്ളവരോട് അവർക്ക് സ്നേഹം കൊടുത്ത് ദൈവവേല ചെയ്യുന്നുണ്ടോ? അതോ വചനം കൊണ്ടാണോ ദൈവവേല ചെയ്യുന്നത്? യോസേപ്പ് വചനം കൊണ്ട് ദൈവവേല ചെയ്തില്ല. യോസേപ്പ് സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്തു. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ദൈവവേല ചെയ്യാം, സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്യാം. നിങ്ങൾക്ക് എവിടെയും സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്യാം. പണം കൊണ്ട് ദൈവവേല ചെയ്താലോ, വചനം കൊണ്ട് ദൈവവേല ചെയ്താലോ, സാമർത്ഥ്യം കൊണ്ട് ദൈവവേല ചെയ്താലോ പ്രയോജനമില്ല സഹോദര. സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്യണം.
സ്നേഹം കൊണ്ടാണ് ദൈവവേല ചെയ്യേണ്ടത്. യോസേപ്പ് ഒരു മാതൃക കാണിച്ചു തന്നു. അവൻ സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സഹോദരന്മാരെ വേണമെങ്കിൽ അവന് ഭസ്മമാക്കാമായിരുന്നു അവൻ്റെ സഹോദരന്മാരെ. പക്ഷേ അവരുടെ ആത്മീയ കാഴ്ചപ്പാട് അവനറിയാമായിരുന്നു. പക്ഷെ അവൻ്റെ വഴി അതല്ല. അവനവൻ്റെ സഹോദരന്മാരെ പോറ്റി പുലർത്തുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ, നിങ്ങളുടെ അഭിപ്രായത്തോട് ചേരാത്തവരെ നിങ്ങൾ മാനിക്കുന്നവരാണോ? യോസേപ്പ് മാനിക്കുന്നവനായിരുന്നു. അവൻ്റെ അഭിപ്രായത്തോട് ചേരാത്തവരെ, അവൻ്റെ ആത്മീയത്തോട് ചേരാത്തവരെ അവൻ മാനിക്കുന്നവനായിരുന്നു, അവൻ ബഹുമാനിക്കുന്നവനായിരുന്നു, അവൻ പകരം വീട്ടുന്നവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യോസേപ്പ് തൻ്റെ സഹോദരന്മാരെ പോറ്റി പുലർത്തുന്നവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം കൊണ്ട് പരിച്ഛേദന, ശരീരത്തിൻ്റെ പരിച്ഛേദന അബ്രാഹാമിൻ്റെ കാലം മുതലുണ്ട്. യോസേപ്പിനും ഉണ്ടായിരുന്നു ശരീരം കൊണ്ടുള്ള പരിച്ഛേദന. പക്ഷേ യോസേപ്പിന് ശരീരത്തിലെ പരിച്ഛേദന മാത്രമല്ല, ഹൃദയം കൊണ്ടും പരിച്ഛേദനയുണ്ടായിരുന്നു. ഹൃദയം കൊണ്ടും വെറുപ്പുണ്ടാവില്ല, പകരം വീട്ടില്ല, ശാഠ്യം കാണിക്കില്ല, നിർബന്ധ ബുദ്ധിയില്ല. എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിനൊത്ത് ഞാൻ നിൽക്കും. പ്രിയപ്പെട്ടവരെ, അതെന്താണ് ആ കാഴ്ചപ്പാട്? മരണത്തിനപ്പുറമുള്ള ജീവിതം. തേജോരന്ധ്രം കണ്ണുകൾ രണ്ടും മങ്ങിടുന്നു, ചുണ്ടുകൾ രണ്ടും മരണത്തിൻ വീഞ്ഞുൾക്കൊള്ളുന്നു. തേജോരന്ധ്രം കണ്ണുകൾ രണ്ടും മങ്ങിടുന്നു, ചുണ്ടുകൾ രണ്ടും മരണത്തിൻ വീഞ്ഞുൾക്കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, തേജസ്സുള്ള 2 ദ്വാരങ്ങളുണ്ട് നമ്മുടെ മുഖത്ത്. ഈ തലയോട്ടി ദൈവം ഉണ്ടാക്കിയതാണ് തേജസ്സുള്ള 2 സുഷിരം. ആ സുഷിരത്തിന് ഭംഗിയുണ്ടായത് ഈ കണ്ണവിടെ വന്നപ്പോഴാണ്. എന്നാൽ ഈ കണ്ണ് മങ്ങിപ്പോവും, ഈ കണ്ണടഞ്ഞു പോകും. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തുടങ്ങിയ ജീവിതം മരണത്തിൻ്റെ വീഞ്ഞു കുടിച്ച് അവസാനിക്കും. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തുടങ്ങിയ ജീവിതം മരണത്തിൻ്റെ വീഞ്ഞു കുടിച്ച് അവസാനിക്കും. അവിടെയും തീരുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ എന്താണ് പാടി പിടിച്ചത്? കല്ലറയുന്നു മൃതരെ ഏറ്റിട്ടു സ്ഥാനത്തിൽ തേജോമയമ വസ്ത്രം നൽകിടുന്നോനേ സ്തോത്രം. കല്ലറയുന്നു മൃതരെ ഏറ്റിട്ടു സ്ഥാനത്തിൽ തേജോമയമ വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോസേപ്പിൻ്റെ ജീവിതം മിസ്രൈമിൽ ഒതുങ്ങിയില്ല. അവിടെ ഒതുങ്ങിയില്ല, മരണത്തോടുകൂടി ഒതുങ്ങിയില്ല. മരണത്തിനപ്പുറത്തേക്ക് അവൻ്റെ അസ്ഥികളെക്കുറിച്ച് അവൻ കൽപ്പന കൊടുത്തു. കാരണം തേജസ്സിൻ്റെ ഒരു ലോകത്തേക്ക് അവൻ പോകാനുള്ളവനാണ്. തേജസ്സിൻ്റെ ഒരു ലോകത്തിലേക്ക് അവൻ പോകാനുള്ളവനാണ്. ഈ തിരുവചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ കേട്ടതുപോലെ ഈ ഭൂമിയിൽ ആരുടെ മണ്ണിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. ഈ ശരീരം മരിക്കും. ദൈവത്തിന് സ്തോത്രം. ശരീരം അവിടെ കിടക്കും. ആത്മാവ്, വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് ദൈവരാജ്യത്തിലെത്തും. എല്ലാ ആത്മാക്കളുമല്ല, വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് ദൈവരാജ്യത്തിലെത്തും. എന്നാൽ അവിടെ നാം ക്രിസ്തുവിനോടുകൂടെ വാഴും. പിന്നീട് കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് ആത്മാവിനോട് ചേർന്ന് വരും. പ്രിയപ്പെട്ടവരെ, അതാണ് ഉത്ഥാനം എന്ന് പറയുന്നത്. യോസേപ്പിനെ, വിശുദ്ധനായി ജീവിക്കാൻ തീരുമാനിച്ച യോസേപ്പിനെ ദൈവം തടവറയിൽ നിന്ന് വീഴ്ത്തി. ദൈവമക്കളെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പിറ്റ് ടു പ്രിസൺ, പ്രിസൺ ടു പാലസ്, പാലസ് ടു പാരഡൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യോസേപ്പിൻ്റെ ജീവിതഗതിയാണ്. പിറ്റ്, ആദ്യം കുഴിയിൽ വീണു. ആത്മീയ കാഴ്ചപ്പാടാണ് അവൻ കുഴിയിൽ വീണു പോകാൻ കാരണം. പക്ഷേ സത്യത്തിന് വേണ്ടി പതറാതെ നിന്നതുകൊണ്ട്, പ്രതികാരമില്ലാതെ നിന്നതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ വിശുദ്ധി നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവൻ പ്രിസണിലായി, അവൻ തടവിലായി. പക്ഷേ ദൈവം അവനെ പാലസിലെത്തിച്ചു. അവിടുന്ന് ദൈവം അവനെ പറുദീസായിലെത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പറുദീസായിൽ കാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ദൈവരാജ്യത്തിലെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ തടവറയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു.
രണ്ടാമത് നമുക്കറിയാം, യോസേപ്പ് കടന്നതുപോലെയുള്ള തടവറയൊന്നും ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നില്ല. ഫറവോന്റെ നാട്ടിൽ ഇസ്രായേൽ മക്കൾ കിടക്കുമ്പോൾ ഇതുപോലുള്ള ജയിലിലൊന്നും ആയിരുന്നില്ല. അവരവരുടെ വീടുകളിലായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരുടെ മാനസികമായി അവരൊരു തടവറയേക്കാൾ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവജനമാകുന്ന ഇസ്രായേൽ അവിടെ കിടന്നത്. പ്രിയപ്പെട്ടവരെ, ഊഴിയ വിചാരകന്മാർ ശരീരത്തിൻ്റെതായ ആ വേദനകൾ, ചാട്ടവാറിൻ്റെ അടികൾ മാത്രമല്ല, അവർ ദൈവമക്കളെ, അവർ ജീവനുള്ള ദൈവത്തെ വിളിച്ച് പുറപ്പെട്ടവരാണ്. അവരെങ്ങനെയാണ് അവിടെ എത്തിയത്? രഥങ്ങളിലാണ് അവിടെ എത്തിയത്. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ നാട്ടിലെത്തിയത് രഥങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനുമൊക്കെ പൂമാലയിട്ട കാറിലല്ലേ അനേക ഭാര്യമാര് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നത്? മുല്ലപ്പൂ കൊണ്ടും റോസാപ്പൂ കൊണ്ടും പനിനീർ പുഷ്പം കൊണ്ടുമെല്ലാം അലങ്കരിച്ച കാറിലല്ലേ പല ഭാര്യമാരും ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നത്? നല്ല പൂപ്പന്തലിലല്ലായിരുന്നോ സ്വീകരണം? എന്നിട്ടിപ്പോഴോ പ്രിയപ്പെട്ടവരെ, പൂ കൊണ്ട് അലങ്കരിച്ച കാറിലും പൂപ്പന്തലിൽ സ്വീകരണം മേടിച്ച് ഭർത്തൃഗൃഹത്തിലും ഓരോ സ്ഥലത്തും എത്തിയവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ള നാവിന്റെ കത്തി കൊണ്ട് മുറിവേറ്റവരല്ലേ ഇവിടെ ഇരിക്കുന്ന അനേകര്. പ്രിയ ദൈവത്തിലെ, നിന്നെ വിടുവിക്കാൻ ഒരുവനുണ്ട്, നിന്നെ സഹായിക്കാൻ ഒരുവനുണ്ട്. പൂപ്പന്തലിലും പൂവെച്ച കാറിലും ഓരോരോ ഭവനങ്ങളിൽ ചെന്ന് കയറിയ നിങ്ങളുടെ അവസ്ഥ എന്ത് സഹോദരിമാരെ ഓർത്തു നോക്കൂ. നിങ്ങൾ സ്നേഹം കൊണ്ട് വേല ചെയ്യണം. നിങ്ങൾ ആ ഭവനത്തിൽ സ്നേഹം കൊണ്ട് വേല ചെയ്യണം. പത്രോസ് അപ്പോസ്തലൻ സ്ത്രീകളോട് പറഞ്ഞു, ഭാര്യമാരോട് പറഞ്ഞു, ഭാര്യമാരെ, നിങ്ങളുടെ വാക്കുകൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നടപ്പും കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടണമെന്ന്. അഥവാ നിങ്ങൾ ചെന്നു ചേർന്ന ഭവനങ്ങളിൽ നിങ്ങൾക്ക് നിന്ദയാണോ, അപമാനമാണോ, അപഹാസ്യമാണോ കിട്ടുന്നത്? എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ അവിടെ സ്നേഹം കൊണ്ട് വേല ചെയ്യണം. ആ ഭവനത്തിൽ നിങ്ങൾ ആ ഭവനത്തിലുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ ആ ഭവനത്തിലുള്ളവരെ സ്നേഹിച്ച് അവരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തണം. അല്ല സഹോദര, നീയാണോ പീഡയേൽക്കുന്നത്? ആധുനിക കാലത്തെ ഭാര്യമാർ മാത്രമല്ല, ഭർത്താക്കന്മാരും പീഡയേൽക്കുന്നവരാണ്. സഹോദര, നീ അവിടെ സ്നേഹത്തോടെ നിൽക്കണം, നീ അവിടെ സഹനത്തോടെ നിൽക്കണം. അതാണ് പങ്കാളികളെ കുറിച്ചുള്ളതായ അപ്പോസ്തലന്റെ പ്രബോധനം. പ്രിയപ്പെട്ടവരെ, പൂപ്പന്തലിലും പൂവെച്ച കാറിലുമൊക്കെ ചെന്നവരുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയും, ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആളാണ്, ആറ്റത്തിന് മുറിച്ച ആളാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം പറയും, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു സ്പ്ലിറ്റ് എ മാൻസ് ഹാർട്ട് ടു ചേഞ്ച് ഇറ്റ് ഫ്രം ഹിസ് ഓൺ ഡിറ്റർമിനേഷൻ. ഒരു മനുഷ്യന് അവന്റെ ഹൃദയത്തിൽ തോന്നുന്ന ചില നിർണയങ്ങളുണ്ട്, ചില മുൻവിധികളുണ്ട്, ചില ധാരണകളുണ്ട്. അതാ മനുഷ്യന്റെ നിർണയമാണ്, ആ മനുഷ്യന്റെ മുൻവിധിയാണ്. ആ ഹൃദയത്തെ തകർക്കുവാൻ എളുപ്പമല്ല എന്ന് പറയും. അവന്റെ മുൻവിധിയിൽ നിന്ന് അവനെ പുറത്തു കിടക്കാൻ എളുപ്പമല്ല. ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്യാം, എന്നാൽ തടവറ പോലെയുള്ള മനുഷ്യ ഹൃദയത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരുടെ ഭാര്യമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണ ഒന്ന് തിരുത്തി എഴുതാൻ നമുക്ക് പറ്റുമോ? മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ മുൻവിധി ഒന്ന് തിരുത്തി എഴുതാൻ നമുക്ക് പറ്റുമോ? അത് നമ്മുടെ ചിന്താഗതിയാണ്, അത് നമ്മുടെ മനോഭാവമാണ്. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് മാറ്റി എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തടവുകാരാണ്. അങ്ങനെയുള്ളവർ അവരവരുടെ ഹൃദയത്തിൻ്റെ തടവുകാരായി ഈ കാലമത്രയും ജീവിക്കുക മാത്രമേ ഉള്ളൂ. അവനവൻ്റെ ഹൃദയത്തിലെ നിർണയങ്ങളെ മാറ്റി എഴുതുക, അവനവൻ്റെ ഹൃദയത്തിലെ മുൻവിധികളെ മാറ്റി എഴുതുക. അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. അതിനാണ് പരിശുദ്ധാത്മാവ് അവിടെ വരണം. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വന്നാൽ, പ്രിയപ്പെട്ടവരെ, നിനക്ക് സ്നേഹമില്ലാത്തവരെ അവരുടെ സ്നേഹത്തെ കാണാൻ നിനക്ക് കഴിവ് കിട്ടും. അവരുടെ ഹൃദയത്തെ കാണാൻ നിനക്ക് കണ്ണുകാഴ്ച കിട്ടും. അവരുടെ ഹൃദയ നൊമ്പരങ്ങൾ കാണാൻ നിനക്ക് കാഴ്ചപ്പാട് കിട്ടും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മനുഷ്യ ഹൃദയങ്ങൾ പുറത്തു വരണം. ജീവനുള്ള ദൈവം ഇസ്രായേൽ മക്കളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ ഒരു മോശയെ കണ്ടെത്തി. ദൈവമക്കളെ, എന്താണ് ആ മനുഷ്യന് യോഗ്യത? എന്താണ് ആ മനുഷ്യന് യോഗ്യത?
പ്രിയപ്പെട്ടവരെ, നീ ഇസ്രായേൽ മക്കളെ വിടുവിക്കണം എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് ഉറക്കമൊന്നും കിട്ടുകയില്ല. എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, മിസ്രയീം കൊട്ടാരത്തിലേക്ക് പോകാൻ ഭാര്യയും മക്കളും എല്ലാം കൂടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നാൽ തടവറ കിട്ടാം, കഴുത്തിൽ തല പോകാം. പക്ഷേ മോശ ഭയപ്പെട്ടില്ല. മോശയ്ക്ക് ഉറക്കം കിട്ടില്ല. കാരണം മോശയ്ക്ക് ഉറക്കക്കുറവ് വന്നില്ല. ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ നീ ഫറവോന്റെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനായി മോശയ്ക്ക് എന്നോടാണ് പറഞ്ഞതെങ്കിൽ, നിങ്ങളോടാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? ശക്തനായ ഫറവോന്റെ അധികാരത്തിലേക്ക് ചെന്നിട്ട് അവനോട് പറയണം, എൻ്റെ ജനത്തെ വിടുവിക്കണമെന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോ ഞാനോ ആണെങ്കിൽ സാധിക്കുമോ? ഉറങ്ങാൻ പറ്റുമോ അന്ന് രാത്രി? പക്ഷേ മോശയ്ക്ക് ഉറക്കക്കുറവ് വന്നില്ല. മോശ ഇറങ്ങി പുറപ്പെട്ടു. കാരണം എന്ത്? മോശയ്ക്ക് രണ്ട് മനസ്സില്ല. മോശയ്ക്ക് രണ്ട് മനസ്സില്ല. മോശയ്ക്ക് ഒരു മനസ്സേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കണം, ദൈവഹിതം നടക്കണം, ദൈവത്തെ അനുസരിക്കണം. എൻ്റെ ഇഷ്ടം നടക്കണ്ട, ദൈവഹിതം നടക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ നിർണയം നിങ്ങളുടെ വന്നാൽ നിങ്ങളുടെ ഉറക്കക്കുറവ് മാറും. നിങ്ങൾക്ക് ഉറങ്ങാൻ പ്രശ്നമുണ്ടാവില്ല. ദൈവഹിതം നടക്കണം, ദൈവ ഇഷ്ടം നടക്കണം, ദൈവഹിതം മാത്രം നടക്കണം. എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും ദൈവ ഇഷ്ടം മാത്രം നടക്കണം. മോശയ്ക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മോശ, പ്രിയപ്പെട്ടവരെ, ഉറക്കച്ചടവില്ലാത്തവനായി നല്ല സാമർത്ഥ്യത്തോടെ ഭാര്യയും മക്കളും കൂടെ പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കാൻ മോശയ്ക്ക് എന്താ കഴിവുള്ളത്? മോശയ്ക്ക് ഒരു സൗമ്യതയുണ്ട്. പിന്നെ എന്താ യോഗ്യതയുള്ളത്? ഒരു പ്രശ്നം വന്നാൽ ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ കിടക്കാൻ അറിയാം. ഒരു പ്രശ്നം വന്നാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അറിയാം. വേറെ യാതൊരു സാമർഥ്യവും അറിയത്തില്ല. ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകേണ്ട വഴി എന്താണെന്നോ ആഹാരം എങ്ങനെ, ഇതൊന്നും മോശ ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജനത്തെ വിടുവിക്കും, എങ്ങനെ കനാൻ നാട്ടിലെത്തിക്കും, ഇതൊന്നും മോശ ചിന്തിച്ചില്ല. ഇതൊന്നും മോശ പ്രീ പ്ലാൻ ചെയ്തില്ല. മോശ ഒരേ ഒരു കാര്യം തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. 5 അപ്പവും 2 മീനും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തതുപോലെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ നിങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ വ്യക്തികളെ വിടുവിക്കും, നിങ്ങളുടെ ഭാവിയെ അവൻ കരുതും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ നിന്നുകൊണ്ട്, വിക്കനായ മോശയിൽ നിന്നുകൊണ്ട്, വിക്കുമാറിയ മോശയല്ല, വിക്കനായ മോശയിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവം ഇസ്രായേൽ മക്കളെ തടവറയിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കുടുംബങ്ങളുടെ ബന്ധനത്തിൽ നിന്നും, നിങ്ങളുടെ കുടുംബങ്ങളുടെ ശാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. അവൻ വിടുവിക്കുന്നവനാണ്. വിട്ടുകൊടുത്തു മോശ. ദൈവത്തിന് സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദയയോ നിങ്ങളെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല. ദൈവമക്കളെ ഓർത്ത് നോക്കണം. ഞാനൊരു കള്ളനാണയമാണോ, ഞാനൊരു നല്ല നാണയമാണോ? ഞാനൊരു മുക്കുപണ്ടമാണോ, അതോ ഞാൻ തനി തങ്കമാണോ? എങ്ങനെ അറിയാം പ്രിയപ്പെട്ടവരെ? ഞാനൊരു കള്ളനാണയമാണോ, തനി സ്വർണമാണോ എന്ന് എങ്ങനെ അറിയാം? ദൈവത്തിന് സ്തോത്രം. ഒരു പാപ സാഹചര്യം വരുമ്പോൾ, ഒരു പാപചിന്ത വരുമ്പോൾ, എൻ്റെ ഇന്ദ്രിയങ്ങൾ വശീകരിക്കപ്പെടുമ്പോൾ, ഞാൻ കീഴ്പ്പെട്ടു പോകുന്നെങ്കിൽ, ഞാനതിൽ വശംബദനായി പോകുന്നെങ്കിൽ, എൻ്റെ നാവിന് ചൊറിഞ്ഞു വരുമ്പോൾ, ഞാൻ കോപിക്കുന്നെങ്കിൽ, എൻ്റെ കണ്ണിന് മുമ്പിൽ ഇഷ്ടപ്പെടാത്തവരെ കാണുമ്പോൾ ഞാൻ എന്തും പറയുന്നെങ്കിൽ, സഹോദരാ, നീ ഒരു കള്ളനാണയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ല നാണയമാണോ, കള്ളനാണയമാണോ, ശരിയായ ആത്മീയനാണോ, മുക്കുപണ്ടമാണോ എന്ന് എങ്ങനെ അറിയാം? പാപത്തിന്റെ സാഹചര്യം വരുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമില്ല എങ്കിൽ, ലൈംഗിക ചിന്തകളുടെ മേൽ ജയമില്ല എങ്കിൽ, കോപത്തിന്റെ മേലും വാശിയുടെ മേലും ജയമില്ല എങ്കിൽ, നീ ഒരു നല്ല നാണയമല്ല, നീ ഒരു കള്ളനാണയമാണ്. രണ്ടാമത് നാണയത്തെ എങ്ങനെ അറിയാം? ശാസന വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശാസന ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, എന്നെ ആരെങ്കിലും തിരുത്താൻ ശ്രമിക്കുമ്പോൾ, എന്നോട് ആരെങ്കിലും നല്ല വഴി പറഞ്ഞു തരാൻ തുടങ്ങുമ്പോൾ, ശാസിക്കുന്നവന്റെ നേരെ അവൻ ശാസിക്കുന്നുവെങ്കിൽ ഭോഷനാണ്. ഭോഷനെ ശാസിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കള്ള നാണയമാണോ നല്ല നാണയമാണോ എന്ന് അറിയാം. എന്നെ ഒരാൾ ശാസിക്കുമ്പോൾ, എന്നെ ശാസിക്കുന്നയാളെ ഞാൻ തിരിച്ച് ശാസിക്കുന്നു, അതിനെ ഞാൻ എതിർക്കുന്നുവെങ്കിൽ, സഹോദര, നീ ഒരു കള്ളനാണയമാണ്. എന്നെ പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ കർത്താവായ യേശു അവൻ്റെ നേരെ ഭീഷണി വാക്ക് വന്നപ്പോൾ അവൻ ഭീഷണി വാക്കൊന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ അപമാനം സഹിക്കണം. കുരിശിൽ മരിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു അപമാനം സഹിച്ചവനാണ്. അവൻ അപമാനം സഹിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് എബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ചത്? സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ അപമാനം സഹിക്കണം. നിങ്ങൾ ആരെയും പുച്ഛിക്കരുത്. നിങ്ങളെ പുച്ഛിച്ചാലും നിങ്ങൾ പുച്ഛിക്കരുത്. യേശു ആരെയും പുച്ഛിച്ചില്ല. അവന് വേണമെങ്കിൽ ആരെയും പുച്ഛിക്കാമായിരുന്നു. നിങ്ങൾ ആരെയും പുച്ഛിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപമാനം സഹിക്കണം. രണ്ടാമത് ഒന്നും കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ അന്യായം സഹിക്കണം. നിങ്ങൾ അന്യായം സഹിക്കണം. ദൈവരാജ്യത്തിൽ പോണമോ? അന്യായം സഹിക്കണം, അപമാനം സഹിക്കണം, പുച്ഛിക്കരുത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന് കീഴ്പ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശാസന ഇഷ്ടപ്പെടണം. ദാവീദിനെ ശിമെയി ശപിച്ചു. നീജ 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 എന്നിവർ ശപിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു. ദാവീദിൻ്റെ പാപം തന്നെയായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചതായിരുന്നു. ശപിച്ചപ്പോൾ അവനോടൊന്നും പറഞ്ഞില്ല. ശപിച്ചവനോട് ഒന്നും പറഞ്ഞില്ല. ദാവീദ് തന്നെത്താൻ ഹൃദയത്തിൽ പറഞ്ഞു, എൻ്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമേ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളൂ. തടവറയിൽ നിന്ന് വിടിവെക്കുന്നവനായ ദൈവം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തടവറയിൽ കിടക്കണ്ട. നിങ്ങളിന്ന് പാപത്തിൻ്റെ തടവറയിലാണോ? മനോഭാവത്തിൻ്റെ തടവറയിലാണോ? ചങ്ങലയുടെ കുടുക്കിലാണോ? പ്രിയപ്പെട്ടവരെ, വിരോധത്തിലാണോ? കയ്പിലാണോ? ഒരു കള്ളനാണയം പോലെ പെരുമാറിപ്പോവുകയാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെയെല്ലാം മുമ്പിൽ യോസേപ്പെല്ലാം മാതൃകയായി നിൽക്കുന്നു. യോസേപ്പെല്ലാം മാതൃകയായി നിൽക്കുന്നു. ആത്മീയ ദർശനം ഉണ്ടാകുക. ദൈവത്തിലെ നിന്നെ വിടുവിക്കാൻ യേശുവുണ്ട്. നിന്നെ ഉയർത്താൻ യേശുവുണ്ട്. നിന്റെ തടവറയിൽ നിന്നെ മാറ്റാൻ യേശുവുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾ നരകമാണെങ്കിൽ സ്വർഗമാക്കി തരാൻ യേശുവുണ്ട്. നിന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ യേശുവുണ്ട്. സഹോദരി, നിന്റെ പാപത്തിൽ കിടന്ന് വലയേണ്ട ആവശ്യമില്ല. കയ്പിൽ കിടന്ന് നരയിക്കേണ്ട കാര്യമില്ല. വിരോധത്തിൽ കിടന്ന് നാം ആരും കണ്ണുകുരുടാക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തടവറയിൽ നമ്മളെ വിടുവിക്കാൻ യേശുവുണ്ട്. നമ്മുടെ അന്ധകാരത്തിൽ നമ്മളെ പ്രകാശമാക്കാൻ യേശുവുണ്ട്. അതാണ് സഹോദരന്മാരുടെ സാക്ഷ്യം. അത് നമ്മുടെ അവയവങ്ങൾ പ്രകാശത്തിലേക്ക് വരട്ടെ, ഹൃദയം പ്രകാശത്തിലേക്ക് വരട്ടെ. അത് മാറ്റിത്തരാൻ യേശുവുണ്ട്. അവൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. അവനോട് ചേർന്ന് നടക്കാം. നമുക്ക് ദൈവരാജ്യത്തിൽ എത്താം. പ്രിയപ്പെട്ടവരെ, അതിനായി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കുക. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നിർണ്ണയിക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം ഒരു തടവറയാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഐ ആം നോട്ട് ഇൻ ദ ഡങ്കൻ ഓഫ് മൈ ഓൺ ഹാർട്ട്. എൻ്റെ മനോഭാവത്തിൻ്റെ, എൻ്റെ ചിന്താഗതിയുടെ തടവറയിൽ കിടക്കാൻ ഞാൻ മനസ്സല്ല. കർത്താവേ, ഞാൻ നിൻ്റെ ഒരു അടിമയായി ജീവിക്കും. ഞാൻ സ്നേഹം കൊണ്ട് ദൈവവേല ചെയ്യും. ഞാൻ യേശുവിൻ്റെ അടിമയായി ജീവിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.